സ്നേഹിതരെ, ഏവർക്കും സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരാധനാക്രമ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. സാക്ഷാൽ മുണ്ടാടന്റെ ഒരു പത്രസമ്മേളനത്തെ തുടർന്ന് വിദൂഷക കൊടയൂത്തുകാരനും അതിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രകടനം നടത്തി. കേരളത്തിലെ മാധ്യമ സമൂഹം പക്കാ മലയാളത്തിൽ പറഞ്ഞാൽ മാപ്രകൾ അതിന് പ്രചണ്ഡമായ പ്രകടനം കൊടുക്കുകയും ചെയ്തു. വിശിഷ്യ കഴിഞ്ഞ 5-ാം തീയതി ബസിലിക്കയുടെ മുമ്പിൽ വെച്ച് വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്ന ചങ്ങാതി അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പ്രകടനം നടത്തുകയും ചെയ്തു. ഇവിടെ ഏതാണ്ട് സമവായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നു. പാമ്പ്ളാനി കിംബ്ളാനി പോലുള്ള ചില ചീട് കേസുകൾ ഇത്തരത്തിലുള്ള ചില കോമാളിത്തരങ്ങൾക്ക് വഴി ഒരുക്കുന്നുണ്ട്. തട്ടില് വെറുതെ പാമ്പ്ളാനിയുടെ ചരടുവലിക്ക് അനുസൃതമായി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന വെറും ഒരു സാധാരണ പുഞ്ചിരിക്കാരനായി മാത്രം മാറിയിരിക്കുകയുമാണ്. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്തായാലും സർക്കുലർ വരട്ടെ. ഒപ്പ് ചാർത്തിക്കൊണ്ടുള്ള സർക്കുലർ വന്നു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലത്തീൻ സഭയിൽ ഇതാ പാരമ്പര്യ ബലിയർപ്പണ ശൈലി തിരികെ വരാൻ തുടങ്ങുകയാണ് എന്ന സൂചനകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ, അതായത് 1545 മുതൽ 62 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ രൂപത്തിലുള്ള ലത്തീൻ ബലിയർപ്പണ രീതി അല്ലെങ്കിൽ അതിൻ്റെ മിസാൽ രൂപീകൃതമായത്. അതായത് 5-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ട്രെൻഡ് സൂനകദോസിൽ വെച്ചാണ് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായത്. 1570 യഥാർത്ഥത്തിൽ ആ ബലിയർപ്പണ രീതി തന്നെ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഗ്രീക്ക് ഭാഷയിലും അതുപോലെ തന്നെ സുറിയാനി ഭാഷയിലും, അതായത് ഈശോ മിശിഹ സംസാരിച്ച അരമായ ഭാഷയിലും ഒക്കെ തന്നെയാണ് അപ്പസ്തോലന്മാർ ബലിയർപ്പണം നടത്തിയിട്ടുള്ളതും അവരുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ശിഷ്യന്മാരും. യഥാർത്ഥത്തിൽ ലത്തീൻ ഭാഷ ആരാധന ഭാഷയായി മാറുന്നത് തന്നെ 4-ാം നൂറ്റാണ്ടിൽ ആഗസ്തീനോസിന്റെ കാലഘട്ടത്തിലാണ്. ഉൾഗാത്തായുടെ ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അന്നുണ്ടായിരുന്ന ബലിയർപ്പണ രീതി ദൈവത്തെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അൾത്താരാഭിമുഖമായി ഈശോ മിശിഹായുടെ കബറിടം, ഗോൽഗോഥ ഇവയൊക്കെ പ്രതീകാത്മകമായി സമ്മേളിക്കുന്ന അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടുള്ള ബലിയർപ്പണ രീതിയായിരുന്നു. 1960-കളിൽ നടന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ശേഷം ഒരു പക്ഷേ പ്രത്യേകിച്ച് തീരുമാനങ്ങളോ പ്രസ്താവനകളോ കൽപ്പനകളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെ പോൾ 6-ാമൻ മാർപ്പാപ്പായുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരബദ്ധം പറ്റിയ അമളി ഫാഷനാക്കുക എന്ന് പറഞ്ഞിരിക്കും. സംഭവിച്ചതാണ് റോമൻ സഭയിൽ പോലും ജനാഭിമുഖമായൊരു വിലയിരുത്തണ രീതി എന്ന് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു കർദിനാൾ വരെയുണ്ട്. ഇതെനിക്ക് അനുവദിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയ ഒരു പ്രഗത്ഭനായ കർദിനാളുണ്ട് സഭയിൽ. എങ്കിലും അത് തുടർന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പ്രൊട്ടസ്റ്റന്റ് ആശയമുള്ള പ്രഘോഷകർ ജനങ്ങളെ നോക്കിക്കൊണ്ട് നടത്തുന്ന തങ്ങളുടെ ഒരു വൈഭവങ്ങളൊക്കെ കണ്ട് അവർക്ക് ജനം കൂടുതൽ അംഗീകാരം കൊടുക്കുന്നുവെന്ന് കണ്ടപ്പോൾ അന്നത്തെ ചില പുരോഹിത വേഷധാരികൾക്ക് തോന്നിയ ഒരാഗ്രഹമാണ് ഞങ്ങൾക്കും ഇതുപോലൊക്കെ ചെയ്യണം. നമുക്കറിയാമല്ലോ, ഞാൻ കരിസ്മാറ്റിക് ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിലുള്ള ഭൂരിപക്ഷം പുരോഹിതന്മാരുടെയും ഒരു ചിന്ത, ഞങ്ങൾ ജനങ്ങളെ നോക്കി കൈകൾ ഉയർത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ വിരലിന്റെ ഇടയിലൂടെയാണ് പരിശുദ്ധാത്മാവ് വന്ന് കൃപയൊഴുക്കുന്നത് എന്നൊരു തെറ്റായ ധാരണ. ഒരുപക്ഷെ ആത്മാവിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ കുറവായിരിക്കാം. നമ്മൾ അവരെ വിമർശിക്കുന്നില്ല. വീക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ.
അങ്ങനെയുള്ള ഒരു ബലിയർപ്പണ ശൈലി പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആരംഭിച്ചതിനെ തുടർന്ന് യൂറോപ്യൻ പ്രദേശത്തെ വിശ്വാസ സമൂഹത്തിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നതാണ് പ്രത്യേകത. അത് മനസ്സിലാക്കിയിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് അദ്ദേഹം കാലയവനികയുടെ ഉള്ളിൽ മറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ തിരുത്തിക്കുറിക്കുവാനുള്ള ഒരു ശൈലി ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചു, പ്രവർത്തിക്കാൻ തുടങ്ങി. ബെനഡിക്ട് പിതാവിന്റെ കാലഘട്ടത്തിൽ ആരാധനക്രമവുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ വെളിപ്പെടുത്തലുകൾ, അതായത് ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. റോബർട്ട് സാറായെ പോലുള്ള കർദിനാളന്മാർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. അങ്ങനെ തിരുത്തപ്പെടാനുള്ള ശൈലി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള ലത്തീൻ കുർബാന അർപ്പണം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആ ഭാഗത്തുണ്ട്. ചില എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. കാരണം ഈ ആളുകളെ നോക്കി നിന്ന് നയന മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ അതിനിടയിൽ ആളുകളെ നോക്കി ചിരിച്ചുകൊണ്ടുമൊക്കെ ബലിയർപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്ന് കരുതുന്ന ചില പാതിരിക്കോലങ്ങൾ ഉണ്ട്. അവരങ്ങനെ തുടരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ പരമ്പരാഗത രീതിയിലുള്ള ലത്തീൻ ബലിയർപ്പണം ഞാനത് പലവട്ടം കണ്ടിട്ടുള്ളതാണ്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വത്തിക്കാനിൽ ഈ കഴിഞ്ഞ തവണ ഞാൻ സഞ്ചരിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ സംസ്കരിക്കപ്പെട്ട ഇടത്ത്, ആ ചാപ്പലിൽ ഞാൻ ഒരു 5 മണിക്കൂർ നേരം ഇരുന്നതാണ്. അന്നവിടെ ബലിയർപ്പിച്ച പുരോഹിതൻ അൾത്താരാഭയമായിട്ടാണ് ബലിയർപ്പിച്ചത്. ഞാനതിൽ പങ്കെടുത്തതാണ്. അന്നതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ അയക്കുകയും ചെയ്തിരുന്നു നാട്ടിലേക്ക്. അടുത്ത ദിവസം ഞാൻ മാതാവിൻ്റെ ബസിലിക്കയിൽ ബലിയർപ്പിക്കാൻ പോയി. അന്ന് അവിടെ ഒരു ഫിലിപ്പിനോ അച്ഛനാണ് ബലിയർപ്പിച്ചത്. അദ്ദേഹവും അൾത്താരാഭയമായി തന്നെയാണ് ബലിയർപ്പിച്ചത്. കാരണം ബോധമുള്ളവർ അങ്ങനെ ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇതാ അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പ്രത്യേക പ്രവിശ്യയിലെ ഒരു രൂപത ഒരു കാലത്ത് തിരിയപ്പെട്ടിരുന്ന പരമ്പരാഗതമായ ശൈലിയിലേക്ക് തിരിച്ചു വരാനുള്ള കൽപ്പന അവിടുത്തെ കർദിനാൾ കൂടിയായ മെത്രാപ്പൊലീത്ത പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആ ബലി അവിടെ തുടരുകയാണ്. ഇംഗ്ലണ്ടിൽ യഥാർത്ഥത്തിലുള്ള ലത്തീൻ കുർബാന ഞാൻ കണ്ടിട്ടുണ്ട്. അത് അൾത്താര അഭിമുഖമായി തന്നെയാണ്. അത് തിരിച്ചു വരാൻ റോമൻ സഭയിൽ പോലും ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ, അല്ല നടപടികൾ ആരംഭിക്കുമ്പോൾ ഇവിടെ ഇത്തരം ഒരു സമവായ നടത്തുന്ന പാംപ്ലാനിയുടെ ഗതി അതോ ഗതി എന്ന് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പറയാൻ. മാധ്യമത്തിലൂടെ ലഭ്യമാകുന്ന പ്രകടനങ്ങളൊക്കെ തന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുമെന്ന് തെറ്റായി ധരിച്ച ഒരു മനുഷ്യൻ. ഇദ്ദേഹം ശാലോം ടെലിവിഷനിലൂടെ വളർന്നു വന്ന ഒരാളാണ്. അതിന്റെ കാരണം ബെന്നി പുന്നത്തറ എന്ന് പറയുന്ന ശാലോമിന്റെ തലവൻ, അദ്ദേഹം ഒത്തിരി നന്മയുള്ളയാളാണ്. വളരെ ആഴമായ ദൈവാനുഭവത്തിലൂടെ വളർന്നു വന്നയാളാണ്. പക്ഷേ ഏതൊരു വ്യക്തിക്കും ചില കുറവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറവാണ് അദ്ദേഹത്തെ ആരെങ്കിലും ബെന്നി സാറേ എന്ന് വിളിച്ചാൽ അദ്ദേഹം ഒന്ന് പൊങ്ങും, അറിയാതൊന്ന് പൊങ്ങിപ്പോകും. അതേതെങ്കിലും അച്ഛന്മാരാണെങ്കിൽ ബെന്നി സാറേ എന്ന് പലവട്ടം വിളിക്കുമ്പോൾ പുള്ളി അത് വലിയൊരു അംഗീകാരമായിട്ട് മാറും. ബ്രദർ ബെന്നി എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്താൽ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ല. അവരെ അഹങ്കാരികളും വിമർശകരുമായിട്ടൊക്കെ അദ്ദേഹം ചിത്രീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പാംപ്ലാനിയെ കൊണ്ട് അദ്ദേഹത്തിന് ടെലിവിഷനിൽ ഒരു ക്ലാസ് പരമ്പര തുടങ്ങി, ദൈവശാസ്ത്ര ക്ലാസ്. അദ്ദേഹം പഠിച്ച എന്തോ ചില കാര്യങ്ങൾ അത് അവതരിപ്പിക്കാൻ വേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത കുറേ പിള്ളേരെയൊക്കെ വിളിച്ചിരുന്നത്. കാരണം ടെലിവിഷനിലൊന്ന് മുഖം കാണുക എന്നുള്ളതൊരു ഭാഗ്യവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വിളിച്ചിരുത്തി എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം അതിനനുസരിച്ച് ഉത്തരം പറയും. ഇടയ്ക്ക് ആരെങ്കിലും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആൾ വെള്ളം കുടിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ വന്നൊരു പ്രകരണത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ അബദ്ധത്താൽ സഹായമെത്രാനും മെത്രാപ്പൊലീത്തയൊക്കെ ആയതാണ്. പക്ഷെ സിനഡ് പിതാക്കന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സിനഡ് സെക്രട്ടറിയുടെ പണി ഗുമസ്ത പണിയാണ്. അവിടെ നടക്കുന്ന നടപടികൾ എഴുതി വെക്കുന്ന കാര്യം, മിനിറ്റ്സ് എഴുതുന്ന പണി. അങ്ങനെയുള്ള ആളാളിപ്പോൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഇത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. ഏതെങ്കിലും ഒരു സമിതി ഉണ്ടാക്കണമെങ്കിൽ
പാമ്പ്ളാനി ഉടനെ ചാടിക്കയറി ഒരു പേര് പറയും, മറ്റു പത്രന്മാരൊന്നും ഒന്ന് കൈപൊക്കി അങ്ങ് അംഗീകരിച്ചു. കാരണം അവർ വേറെ ആളെ കണ്ടെത്താനോ നിയോഗിക്കാനോ തയ്യാറല്ല. അങ്ങനെ ഇയാളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന കുറേ ആളുകളുടെ പേര് പറഞ്ഞ് പല സമിതികളിലും കൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സിനഡിലെങ്കിലും ഈ സ്വഭാവം, സെക്രട്ടറിയുടെ പണി, പ്രത്യേകിച്ച് സെക്രട്ടറി, ഔദ്യോഗികമായ ഭാരവാഹിത്വം വഹിക്കുന്നവരാരും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ നോമിനേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് ചട്ടമാണ്. ഭരണാധികാരിക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് മറ്റുള്ളവർ ചെയ്യേണ്ടതാണ്. ഈ സാമാന്യ നിയമ നടപടിയെങ്കിലും ബോധ്യമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സിനഡിലെങ്കിലും ഇദ്ദേഹം പറയുന്ന പേരുകൾ വെട്ടിക്കളയാൻ ശ്രമിക്കണമേ എന്ന് സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.